അർദ്ധരാത്രി പാലുമായി അവൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മറ്റൊരു പെൺകുട്ടിയും ഇഷ്ടമാണ്. ഉപ്പച്ചിയെ എതിർക്കാനാവാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ചടങ്ങ് തന്നെ. ഈ വിവാഹത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് നീ തന്നെ പിന്മാറണം. അതുമാത്രമായിരുന്നു അവന് പെണ്ണ് കാണാൻ വന്നപ്പോൾ പറയാനുള്ളത്. പക്ഷെ താനായിട്ട് ഒന്നും ചെയ്തില്ല. ആ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിൽ നിന്നും പിന്മാറാത്തതിൻ്റെ അരിശം അവനിൽ ഇന്ന് മുഴുവൻ കണ്ടു. മഹറ് ചാർത്തുമ്പോൾ അവൻ അവളോടായി പറഞ്ഞു, നീ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഉമ്മച്ചിയെയും കൂടപ്പിറപ്പിനെയും വിട്ടുപിരിയുന്ന സങ്കടത്തിൽ കരയുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്താൻ പോലും അവൻ തുനിഞ്ഞില്ല. ഭയത്തോടെ തന്നെ മുറിയിൽ കയറിയതും അവൻ അങ്ങിങ്ങായി നടക്കുന്നതാണ് അവൾ കണ്ടത്. അവൾ കയ്യിലുള്ള പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് തിരിഞ്ഞതും മുന്നിൽ വെറുപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് അവളൊന്ന് പകച്ചു. എന്താ നിന്റെ ഉദ്ദേശം? അത് എനിക്ക് നിന്നോട് ഞാൻ പറഞ്ഞതിലടി പിന്മാറാൻ. പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി വന്നത്? ഷാനുക്ക, അത് ഞാൻ. ആരാടി നിന്റെ ഷാനുക്ക? ഇനി നിന്റെ നാവ് കൊണ്ട് അങ്ങനെ വല്ലതും വിളിക്കുന്നത് കേട്ടോണ്ടല്ലോ. ഉപ്പച്ചിയെ മുമ്പെങ്ങാനും സഹായിച്ച പഴയ ഫ്രണ്ടിൻ്റെ കുടുംബം അനാഥമായെന്ന് കേട്ടപ്പോൾ ആ സിമ്പതി ഒന്നുകൊണ്ട് മാത്രമാ അങ്ങാരുടെ മോളായ നിന്നെ എന്നെ കൊണ്ട് കെട്ടിച്ചത് എന്ന് കരുതി നീ അധികകാലം ഇവിടെ കഴിയാമെന്ന് കരുതണ്ട. എന്താ നിന്റെ ഉദ്ദേശം? അത് എനിക്ക് നിന്നോട് ഞാൻ പറഞ്ഞതിലടി പിന്മാറാൻ. പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി വന്നത്? ഷാനുക്ക, അത് ഞാൻ. ആരാടി നിന്റെ ഷാനുക്ക? ഇനി നിന്റെ നാവ് കൊണ്ട് അങ്ങനെ വല്ലതും വിളിക്കുന്നത് കേട്ടോണ്ടല്ലോ. ഉപ്പച്ചിയെ മുമ്പെങ്ങാനും സഹായിച്ച പഴയ ഫ്രണ്ടിൻ്റെ കുടുംബം അനാഥമായെന്ന് കേട്ടപ്പോൾ ആ സിമ്പതി ഒന്നുകൊണ്ട് മാത്രമാ അങ്ങാരുടെ മോളായ നിന്നെ എന്നെ കൊണ്ട് കെട്ടിച്ചത് എന്ന് കരുതി നീ അധികകാലം ഇവിടെ കഴിയാമെന്ന് കരുതണ്ട. നീ തന്നെ എന്നോട് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോടി. നീ അനുഭവിക്കാൻ റെഡിയായി നിന്നോ. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി അവൻ മുറി വിട്ടിറങ്ങിയതും അവൾ അവിടെ നിന്ന് കരഞ്ഞു തീർത്തു. മണിക്കൂറുകളോളം അവൻ്റെ വരവിനായി അവൾ കാത്തിരുന്നു. അവളും എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. ഹലോ നൈഷു, അപ്പോൾ എന്നെ മറന്നില്ലല്ലേ? ഞാൻ കരുതി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന തിരക്കിൽ നമ്മളെയൊക്കെ മറന്നു കാണുമെന്ന്. ദേ നൈഷു, നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. ഉപ്പച്ചിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവളെ കെട്ടിയത്. അവൾ ഇന്നത്തോടെ ഈ ഷാനു ആരാണെന്ന് അറിയാൻ പോണേ ഉള്ളൂ. നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അതൊന്നും കാര്യമാക്കാതെ നിന്നെ തന്നെ കെട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? അതൊക്കെ അവൾ വഴിയേ അറിയും. അവളുടെ കാര്യം സംസാരിക്കാനല്ല, ഇത്തിരി സമാധാനത്തിന് വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചത്. അപ്പോൾ നീ എവിടെയാ ഉള്ളത്? വീട്ടിലല്ലേ? അല്ല, ഞാൻ അവൾ മുറിയിൽ വന്നപ്പോൾ തന്നെ ഇറങ്ങി. ഇപ്പോൾ കടൽ തീരത്ത് തിരയെണ്ണിയിരിക്കുന്നു. നീ കൂടി വേണമായിരുന്നു. ഞാൻ വരട്ടെടി. അതൊക്കെ നേരം വെളുത്തിട്ട് മതി. രാത്രി പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കിവിടെ ഇല്ല. ഞാൻ വരാം. ആരും അറിയാതെ കൊണ്ടുവിട്ടാൽ പോരെ? നീ വിളിച്ചാൽ എവിടെയൊക്കെ വേണമെങ്കിലും ഞാൻ വരും. പക്ഷേ ഇത് പറ്റില്ല. ആദ്യം ഇവളെ ഒഴിവാക്കിയിട്ട് വേണം നിന്നെയും കൊണ്ട് പോകാൻ. അവളെങ്ങനെ, എന്നേക്കാൾ സുന്ദരിയാണോ? ആ, ഞാൻ നോക്കിയിട്ടില്ല. അവളുടെ ഫോട്ടോ ചോദിച്ചപ്പോൾ നീ തന്നില്ല. സത്യമായിട്ടും നിന്റെ ഫോണിൽ അവളുടെ ഒരു പിക്ചർ പോലും ഇല്ലേ? ജസ്റ്റ് ഒരു കല്യാണ ഫോട്ടോസെങ്കിലും. എനിക്ക് അവളെ കാണുന്നതേ വെറുപ്പാണ്, പിന്നല്ലേ ഫോട്ടോ. അവളുടെ പേരെന്താ? ആ, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ആ ടോപ്പിക്ക് നീ വിട്. നമ്മളിതിനെ വല്ലവരുടെയും കാര്യം സംസാരിച്ച് ടൈം വേസ്റ്റ് ആക്കുന്നേ. അവൻ്റെ വാക്കുകളിൽ നൈഷു ഒന്ന് ചിരിച്ചു. അവരുടേതായ പ്രണയലോകത്ത് നേരം പുലരുവോളം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. സുബഹി ബാങ്കിൻ്റെ മാധുര്യം കാതിൽ മുഴങ്ങിയതും ദിയ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇരുന്നിടത്ത് ഉറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ദേഹം ആകെ വേദന തോന്നി. എഴുന്നേറ്റപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഷാനുവിനെ അവൾ കണ്ടത്. എപ്പോൾ വന്ന് കയറിയാവോ? നമസ്കാരം കഴിഞ്ഞ് അവൾ പടച്ചവനോട് മനമുരുകി പ്രാർത്ഥിച്ചു. തനിക്ക് തന്ന ജീവിതം താൽക്കാലികമാക്കല്ലേ എന്ന്. അത്രയേറെ സങ്കടം അവളിലുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നമസ്കരിക്കാൻ എങ്ങനെ അവനെ ഉണർത്തുമെന്ന ഭയത്തോടെ അവൾ നിന്നു. ഇന്നലെ പറഞ്ഞത് മുഴുവൻ കാതിൽ മുഴങ്ങിക്കേട്ടതും അവൾ ഭയത്തോടെ പിന്മാറി മുറി വിട്ടിറങ്ങി. മോൾ എണീറ്റോ? ഷാനു ഉറക്കാവോ അല്ലേ? എഴുന്നേറ്റില്ല. ഉമ്മച്ചി ചെന്ന് വിളിക്കുവോ? വിളിച്ച ചെവി പൊട്ടുന്ന തെറിയാവും, അതുകൊണ്ട് ധൈര്യമില്ല. പക്ഷേ ഇത്തേ തെറി വിളിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അവൻ്റെ പെങ്ങളായ ഹന അതും പറഞ്ഞ് അവൾക്കരികിൽ വന്നതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാനാണെന്ന് അറിയുമ്പോഴാവും കൂടുതൽ ദേഷ്യം. ഇന്ന് മോളൊന്നും ചെയ്യണ്ട. ചായ ഉണ്ടാക്കാൻ എന്ന അവളോടായി ഉമ്മച്ചി പറഞ്ഞു. എന്ന് വെച്ചാൽ നാളെ തൊട്ട് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഈ ഉമ്മച്ചി അമ്മായിമ്മ പോലെ എടുക്കും. നീ സ്കൂളിൽ പോകാൻ റെഡിയാവാൻ നോക്ക.
അതിൻ്റെ ഇങ്ങനെയാ മോളെ, ആരോടെ എന്താ പറയുന്നറിയില്ല. മോളൊന്നും കാര്യമാക്കണ്ട. അതിനവൾ ഉമ്മച്ചിയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. ഹന അയൺ ചെയ്യാൻ നിന്നതും ദിയ അവൾക്കരികിലേക്ക് വന്നു. ഇങ്ങത്താ, ഞാൻ ചെയ്യാം. അവിടെ ഉമ്മച്ചി ഒന്നിനും സമ്മതിക്കുന്നില്ല. അയ്യോ വേണ്ട ഇത്താ, ഇത് കണ്ടിട്ട് വേണം ഷാനുക്ക് എന്നെ തെളിവിളിക്കാൻ. അതൊന്നും ഉണ്ടാവില്ല, മോള് പോയി റെഡി ആയിക്കോ. ഹന പോയതും ദിയ അവളുടെ യൂണിഫോം അയൺ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെയൊപ്പം ഷാനുവിൻ്റെ ഡ്രസ്സ് അവൾ കണ്ടത്. പോണ പോക്കിൽ ഹന ഷാനുവിൻ്റെ മുറിയിൽ ചെന്ന് ജഗ്ഗെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന ഷാനുവിൻ്റെ മേലെ കമഴ്ത്തിയ ഒരു ഓട്ടമായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് ഷാൻ പുറത്തേക്ക് വന്നതും കണ്ടത് അവൾ തൻ്റെ ഷർട്ട് അയൺ ചെയ്യുന്നതാണ്. ഓ, ഭാര്യയുടെ അധികാരം എൻ്റെ അടുത്ത് എടുക്കാൻ തുടങ്ങിയോ? ആരോട് ചോദിച്ചിട്ടടി നീ എൻ്റെ ഡ്രസ്സ് എടുത്തത്? അത് ഹന, അവൾ എൻ്റെ പെങ്ങളാണ് എന്ന് കരുതി വഴിയിൽ കൂടെ പോകുന്നവർക്കും വരുന്നവർക്കും എൻ്റെ മേലെ അവകാശമില്ല. ദയ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്ത് പറയുമ്പോഴൊരു കണ്ണീര്. അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോയി വല്ല സീലിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്ക്, അതാ നല്ലത് എന്നും പറഞ്ഞ് അവൻ ഷർട്ടും കയ്യിലെടുത്തു പോയി. അവനുള്ള ചായ കൊടുക്കാൻ പോലും മുറിയിൽ പോകാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. ദിയ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചതും ഉമ്മച്ചി വിളിച്ചപ്പോഴാണ് ഷാൻ അവളുടെ പേര് ശ്രദ്ധിക്കുന്നത് തന്നെ. ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്താ ഉമ്മച്ചി, മോള് കൂടെ വന്നിരുന്ന് കഴിക്ക്. ഷാനുവിൻ്റെ നോട്ടം കണ്ടതും അവൾ പേടിയോടെ നിന്നു. വേണ്ട ഉമ്മച്ചി, അവർക്കൊക്കെ പോകാനുള്ളതല്ലേ, ഞാൻ പിന്നെ കഴിച്ചോളാം. അതാ നല്ലത്. ഷാൻ അവളെ തുറച്ചു നോക്കി. മോനെ ഷാനു, നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്നും ചോദിച്ച് ഉപ്പച്ചി ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്നിരുന്നതും ഉമ്മ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് ഉപ്പച്ചി. വേഗം തന്നെ തിരിച്ചു വന്ന് ദിയമോടെ വീട്ടിലേക്ക് ചെല്ലണം. അവർ ക്ഷണിക്കാനൊന്നും നിൽക്കണ്ട. നാളെ ആവട്ടെ ഉപ്പച്ചി, ഇന്നെനിക്ക് അത്യാവശ്യമുണ്ട്. ഉപ്പച്ചി ഒന്ന് മൂളിയതും ഷാൻ ബൈക്കും എടുത്ത് ഇറങ്ങി. അവളെയും കൊണ്ട് പുറത്തു പോകണമെന്ന് കേട്ട ദേഷ്യം അവൻ ഡ്രൈവിങ്ങിൽ തീർത്തു. നൈഷുവിൻ്റെ കൂടെ ബീച്ചിലിരുന്ന് സമയം കളഞ്ഞു. പാതിരാത്രിയിലാണ് പിന്നെ അവൻ കയറി വന്നത്. കോളിംഗ് ബെല്ല് കേട്ടതും ദിയ ചെന്ന് ഡോറ് തുറന്നു. അവളെ കണ്ടതും അവൻ്റെ മുഖം മാറി. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. നിന്നോട് ഞാൻ പറഞ്ഞു തരടി, എൻ്റെ കൺമുന്നിൽ പോലും വന്ന് പോരുതെന്ന്. എന്നെ കഴിപ്പിക്കാൻ നീ ആരാ? അവൾ മൗനമായി നിന്നതും അവൻ മുറിയിലേക്ക് നടന്നു. നിറഞ്ഞു വന്ന കണ്ണും തുടച്ച് അവൾ അവന് പിന്നാലെ ചെന്നു. ബെഡിൽ വീണയവൻ അവളെ കണ്ടതും ഒന്ന് തലയുയർത്തി നോക്കി. എങ്ങോട്ടായി കയറി വരുന്നത്? ഈ മുറി കിടന്നാൽ മാത്രമേ നിനക്ക് ഉറക്കം വരുമെന്നുണ്ടോ? അത് അവരൊക്കെ ചോദിച്ചാൽ എന്ത് പറയും എന്ന് കരുതി ഇവിടെ കിടക്കാനാണ് ഉദ്ദേശം? അത് കേട്ടതും അവളൊരു പില്ലോ കയ്യിലെടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറി. ആ ഇടുങ്ങിയ മുറിയിൽ അവൾക്കൊന്ന് നീണ്ടു കിടക്കാൻ പോലും ആയില്ല. അത് കണ്ടതും അവൻ ആശ്വാസത്തോടെ കിടന്നു. വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് അവൾ എല്ലാവർക്കുമുള്ള ചായ ഇട്ടു. അപ്പോഴേക്കും ഉമ്മച്ചിയും വന്നു. ഉപ്പച്ചിക്കുള്ള ചായയുമായി അവൾ മുറിയിൽ ചെന്നു. ഷാനു എണ്ണീറ്റില്ലേ മോളെ? അതിനവൾ ഇല്ലെന്ന് തലയാട്ടി. അവനെ വിളിച്ച് പെട്ടെന്ന് റെഡിയാവാൻ പറ. രണ്ടാളും ഒരുമിച്ച് ഇന്ന് മോളുടെ വീട്ടിൽ ചെല്ലണം. ഉപ്പച്ചി, അത് ഷാനുക്ക പുറമേ ഗൗരവം ഉണ്ടെന്നേ ഉള്ളൂ. അവനൊരു പാവമാണെന്നോ? ഇതുവരെ അങ്ങനെ ഒരു പുക ഞാൻ കണ്ടിട്ടില്ല. ദിയ പിറുപിറുത്ത് മുറിയുടെ മുന്നിൽ കൂടെ നടക്കുമ്പോഴാണ് ഹനുവിനെ കണ്ടത്. മോളെ ഹനു, ഉപ്പച്ചിക്ക് ഷാനുക്കയോട് എന്ത് സംസാരിക്കണമെന്ന് മോളൊന്ന് വിളിക്കുമോ? ഷാനുക്കയെ പേടിയാണല്ലേ? അവൾ തലയാട്ടിയതും ഹനു മുറിയിലേക്ക് ചെന്നു. ഡേ, നിന്നെ ഞാൻ... അത് കേട്ടപ്പോൾ തന്നെ ദിയ പേടിച്ചു. ഹനു ആണെങ്കിൽ ഇറങ്ങിയൊരു ഓട്ടമായിരുന്നു. പിന്നേലെ വന്ന് ഷാനു കാര്യമറിയാതെ പകച്ചു നിന്ന് ദിയയെ വന്നിടിച്ചതും രണ്ടും കൂടി താഴേക്ക് വീണു. ദിയ കണ്ണുകൾ തള്ളി അവനെ നോക്കിയതും അവന് യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവളെയും അവിടെ ഇട്ട് എഴുന്നേറ്റ് പോയി. ദുഷ്ടൻ! അവൾ അവിടെ നിന്നും പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റു. രണ്ടാളും കൂടെ അവിടെ വീട്ടിൽ പോയിട്ട് വാ. ഈ ഉപ്പച്ചിക്ക് ഇത് എന്തിൻ്റെ സോക്കേടാണോ? ഷാനു അനുസരണയോടെ തലയാട്ടിയെങ്കിലും ദേഷ്യത്തോടെ മുറിയിൽ ചെന്നു. അപ്പോൾ കണ്ടത് പോവാൻ റെഡിയാവുന്ന ദിയയാണ്. ഓഹോ, അപ്പം നിനക്ക് നിന്റെ വീട്ടിൽ പോവാൻ ഉപ്പച്ചിയെ കൊണ്ട് പറയിപ്പിച്ചതാണല്ലേ നീ? അവൻ ദേഷ്യത്തോടെ അവൾ കരികിൽ വന്ന് ചോദിച്ചതും അവൾ പേടിച്ചുകൊണ്ട് അല്ലെന്ന് തലയാട്ടി. മിണ്ടാ പൂച്ചയെ പോലെ നിന്നിട്ട് ആഗ്രഹിച്ചതെല്ലാം നടത്തുന്നുണ്ടല്ലോ. ആര് വിഷമിച്ചാ എന്താ? തൻ്റെ കാര്യം ഭംഗിയായി നടക്കട്ടെ. ഞാനല്ല, ഉപ്പച്ചിയ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ... എങ്കിൽ പിന്നെ അവിടെ തന്നെ നിന്നോ, ഇങ്ങോട്ട് വരണമെന്നില്ല. അവൻ പറഞ്ഞതും അവളുടെ ഉള്ളിലുണ്ടായ സന്തോഷം എല്ലാം അണഞ്ഞു. വീടെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചതാണ്.
ഉപ്പച്ചിയുടെ വാക്ക് ധിക്കരിക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ ഇറങ്ങാൻ റെഡിയായി. ആദ്യം കയ്യിലെടുത്തത് ബൈക്കിന്റെ ചാവിയായിരുന്നു. ഇറങ്ങി വരുന്ന ദിയയെ കണ്ടതും അവൻ ചാവി മാറ്റി കാറിന്റെ കീയെടുത്തു. കപ്പിൾസൊക്കെ ബാക്കിൽ പോകുന്നത് ഇപ്പൊ ട്രെൻഡ് ഷാനുക്ക. അവൻ ഹനയെ ദേഷ്യത്തിലൊന്ന് നോക്കി. ബാക്ക് സീറ്റിലിരിക്കാൻ എന്ന പോലെ അവൾ ഡോറ് തുറന്നതും ഹനു വന്ന് അവളെ ലെഫ്റ്റ് സീറ്റിൽ കൊണ്ടിരുത്തി. അവൾ ഭയത്തോടെയായിരുന്നു അവൻ അരികിലിരുന്നത്. അവിടെ ഇത്താടെ മോളുള്ളതടേടാ, എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങണം, ഉമ്മച്ചി പറഞ്ഞതും ഷാനു തലയാട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ബേക്കറിയുടെ മുന്നിൽ നിർത്തിയതും ദിയ എന്തേ എന്ന പോലെ അവനെ നോക്കി. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെന്ന് വാങ്ങിച്ചോ. അവൾ നിരാശയോടെ അവനെ നോക്കി. ദാ കാശ്. ഉള്ളിലരിച്ചു വന്ന ദേഷ്യം മറച്ചു പിടിച്ച് അവൾ കാശ് വാങ്ങി വെളിയിലിറങ്ങി. ഈ കണ്ട ആണുങ്ങളുടെ ഇടയിൽ പോയി ഞാൻ വാങ്ങണോ? അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഇതൊന്നും കാണാതെ അവൻ ഫോണിൽ നോക്കി ഇരിപ്പാണ്. വിഷമത്തോടെ അവൾ ആലുമോൾക്ക് പ്രിയപ്പെട്ടത് ഒക്കെ വാങ്ങി. അവൾ വന്ന് തൊട്ടടുത്തായിരുന്നിട്ടും അവൻ അറിഞ്ഞില്ല. ചെറുതായി ഒന്ന് ചുമച്ചപ്പോഴാണ് അവൻ ഫോണിൽ നിന്നും തലയുയർത്തിയത്. കാമുകയായിരിക്കും. വാങ്ങിയോ? കൂടുതലൊന്നും ചോദിക്കാതെ അവൻ വണ്ടിയെടുത്തു.